ഇന്ന് പകലിവിടെ ഇല്ലായിരുന്നു. ഞാൻ വൈദ്യരെ കാണാനായിട്ട് വൈദ്യശാല വരെ ഒന്ന് പോയിരുന്നു. കുഴമ്പെല്ലാം തീർന്നുപോയി. അതിന് അമ്മ എന്തിനാ പോയത്? ആരെങ്കിലും വിട്ട് വാങ്ങിപ്പിച്ചാ പോരായിരുന്നു. എനിക്ക് പോസ്റ്റ് ഓഫീസിലും ഒന്ന് പോണായിരുന്നു. അമ്മേ, അമ്മ ഇന്ന് പകലിവിടെ വേണമായിരുന്നു. ചിലരുടെ നാടകങ്ങൾ കാണാമായിരുന്നു. നാടകോ? എന്ത് നാടകം? നല്ല നാടകമായിരുന്നു. ഒരു കൊച്ചമ്മയുടെ അഹങ്കാരം എന്നാണ് നാടകത്തിന്റെ പേര്. പണ്ട് കുറെ കാലം കഷ്ടപ്പെട്ട് ജീവിച്ചിട്ട് പെട്ടെന്ന് പണവും പ്രതാപവും വന്ന് കയറിയപ്പോ അഹങ്കാരം കൊണ്ട് കണ്ണിന്റെ കാഴ്ച പോയ ഒരു കൊച്ചമ്മയുടെ കണ്ണീരിൽ കുതിർന്ന അവസ്ഥയാണ് കഥയുടെ ഇതിവൃത്തം. നീ എന്തൊക്കെയാ ജയ ഈ പറയുന്നത്? തെളിച്ചു പറ. അതായത് അമ്മേ, ചിലർക്ക് നമ്മളെക്കാളും താഴ്ന്നു നിൽക്കുന്ന ആളുകളോട് ഒരു തരം പുച്ഛമാണ്. അവരെ ഉപദ്രവിക്കുക, കണ്ണുരുട്ടി പേടിപ്പിക്കുക. മുന്നിൽ നിൽക്കുന്നത് നമ്മൾ ശമ്പളം കൊടുക്കുന്ന ജോലിക്കാരായ അവരോട് എന്തും കാണിക്കാം. നിവൃത്തിയില്ലാത്തോണ്ട് അവര് പ്രതികരിക്കില്ലല്ലോ. ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞ അപ്പ അവരുടെ നാവ് മുറിച്ചു കളയും. അതാണ് പുതിയ പരിഷ്കാരം. ഈ പരിഷ്കാരം നേരത്തെ ആയിരുന്നെങ്കിലേ ഇവിടെ പലർക്കും നാവേ ഉണ്ടാവില്ലായിരുന്നു. വന്നല്ലോ നാടകത്തിലെ സഹനടിമാരൊക്കെ. അതെ, ഇന്ന് ഞങ്ങൾക്കൊന്നും കഴിക്കാൻ വേണ്ട. ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ചു. ആഹാരം മാത്രമേ കഴിച്ചോളൂ അതോ? അല്ല, പുതിയ ശീലങ്ങളൊക്കെ തുടങ്ങിയോണ്ട് ചോദിച്ചതാ. അമ്മേ, ഇന്ന് ഓഫീസിൽ 2 സ്റ്റാഫിനെ ഐശ്വര്യ ടെർമിനേറ്റ് ചെയ്തു. എന്തിനാ? ഒരാളെ പ്രായം കണക്കിലെടുത്ത, മറ്റൊരാൾക്ക് തീരെ ബഹുമാനമില്ല. രണ്ടും ക്ലീനിങ് സ്റ്റാഫ്സാ. ഈ ക്ലീനിങ് സ്റ്റാഫുകൾ എന്ന് പറഞ്ഞാലേ എത്രയോ പാവപ്പെട്ടവരായിരിക്കും. അവരുടെ അന്നം മുട്ടിക്കണ്ടായിരുന്നു മോളെ. അതെ,